എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാനത്തിൽ പറഞ്ഞു നിർത്തിയതാണ്, സെൻസർഷിപ്പ്. എന്തുകൊണ്ടാണ് ഒരു രാജ്യത്ത് സെൻസർഷിപ്പിന് ഇത്രമേൽ പ്രാധാന്യം വരുന്നത്? നമുക്കിപ്പോൾ അറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻസിഡൻറ്റിൽ തന്നെ തുടങ്ങും. കർഷക സമരം. ഡൽഹിയുടെ അതിർത്തി പ്രദേശങ്ങളൊക്കെ തന്നെ കർഷക സമരത്തിൻ്റെ ശക്തമായിട്ടുള്ള സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ തുടർന്ന് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചില വ്യക്തികൾ, ഇൻക്ലൂഡിങ് സച്ചിൻ ടെണ്ടുൽക്കർ, വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, സിനിമയിൽ നിന്ന് പല പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ അവരുടേതായിട്ടുള്ള അഭിപ്രായം സമരത്തെ അനുകൂലിച്ചുകൊണ്ട്, പ്രതികൂലിച്ചുകൊണ്ട്, അല്ലെങ്കിൽ രണ്ട് ചേരിയിലും നിൽക്കാത്ത തരത്തിലുള്ള കമൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഈ കമൻസിലൂടെയൊക്കെ അവർ സമൂഹ മാധ്യമങ്ങളിലൂടെ, പ്രത്യേകിച്ച് ട്വിറ്ററാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത്. കാരണം ട്വിറ്ററിലെ ട്വീറ്റുകളാണ് ഇന്ന് ഏറ്റവും വലിയ താരമായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സെൻസർഷിപ്പിൻ്റെ ഭാഗമായിട്ട് പലരുടെയും ട്വിറ്റർ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നൊരവസ്ഥ ഇന്ന് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഗവൺമെൻറ് ട്വിറ്ററിനെ ഭയക്കുന്നത്? എന്തിനാണ് ഗവൺമെൻറ് സമൂഹ മാധ്യമങ്ങളെ ഭയപ്പെടുന്നത്? ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തുമ്പോഴാണ് എന്തുകൊണ്ട് സെൻസർഷിപ്പ് നടപ്പിലാക്കുന്നു എന്നുള്ളതിൻ്റെ ആവശ്യകത നമുക്ക് മനസ്സിലാവും. ഒരു രാജ്യത്ത് അനുവദിക്കപ്പെടേണ്ട കാര്യങ്ങൾ ഏതൊക്കെയെന്നും അനുവദിക്കപ്പെടാത്തത് ഏതൊക്കെയെന്നും തരംതിരിച്ചു വച്ചിട്ടുണ്ട്. ഈ തരംതിരിവിനെ ആരും തന്നെ മറികടക്കാതിരിക്കാനാണ് യഥാർത്ഥത്തിൽ സെൻസർഷിപ്പ് നടപ്പിലാക്കുന്നത്. സെൻസർഷിപ്പ് നടപ്പിലാക്കുന്ന ഒരു സംഘടനയുണ്ട് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് സിനിമയുടെ കാര്യത്തിൽ. CBFC എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്, സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ. അവരൊരു സിനിമ ഇറങ്ങുന്നതിന് മുൻപ് അവരുടെ ഒരു കമ്മിറ്റി ആ സിനിമ ഇരുന്ന് കാണും. എന്തിനാണ് കാണുന്നതെന്നറിയാമോ? ആ സിനിമയെ എന്നിട്ട് അവർ വിലയിരുത്തും. മോശമായിട്ടുള്ള ഭാഗങ്ങളുണ്ടോ, നമ്മളുടെ സംസ്കാരത്തിനും നമ്മളുടെ രീതിക്കും നിരക്കാത്ത എന്തെങ്കിലും കഥയാണോ? ചില സമയങ്ങളിൽ സെൻസർഷിപ്പിൻ്റെ പേരിൽ ചില രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സ്വകാര്യ താല്പര്യത്തിന് വേണ്ടി സിനിമയിൽ മാറ്റം വരുത്താറുണ്ട്. വളരെ അടുത്ത് മെർസൽ എന്ന് പറയുന്നൊരു സിനിമ, അതിൽ GSTയെ കുറിച്ചിട്ട് വളരെ ശക്തമായിട്ടുള്ളൊരു പരാമർശം വന്നു. അതിൽ എത്ര ശതമാനം ഓരോ രാജ്യങ്ങളും GST മേടിക്കുന്നു, എന്നിട്ട് അവർ ആ രാജ്യത്ത് കൊടുക്കുന്ന ഫെസിലിറ്റീസിനെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ഇന്ത്യയിലെ GST ശതമാനം പറയുമ്പോൾ മാത്രം സൗണ്ട് മ്യൂട്ട് ചെയ്യാണ്. ശതമാനം GST വാങ്ങുന്ന സിംഗപ്പൂർ ഇങ്ങനെ ചെയ്യുമ്പോൾ ശതമാനം GST വാങ്ങുന്ന എത്രയെന്ന് പറയിക്കുന്നില്ല. കാരണം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കമ്പാരിസണാണ്. സിനിമ എന്ന് പറയുന്നത് ഒരു കല എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക വിഷയങ്ങളെ വിമർശിക്കാൻ കഴിയുന്ന ഒരു ഉപാധി കൂടിയായിട്ട് തീരണം. ക്രിയേറ്റീവ് ആർട്ടാണ് സിനിമ. ആ ക്രിയേറ്റീവ് ആർട്ടിനെ പോലും നിയന്ത്രിച്ചുകൊണ്ട് സ്വന്തം താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ നോക്കുന്ന ആളുകളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അവർക്ക് അവരുടേതായിട്ടുള്ളൊരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ളൊരു കോൺക്രീറ്റ് അവസ്ഥയിൽ തന്നെ അവർ തുടരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇത്തരം സെൻസർഷിപ്പുകളിലൂടെ അവർ നടപ്പിലാക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് നോക്കാം എന്താണ് സെൻസർഷിപ്പ് എന്ന്. ജനറലി സ്പീക്കിംഗ്, സെൻസർഷിപ്പ് ഈസ് ദി കൺട്രോൾ ഓഫ് സ്പീച്ച് ആൻഡ് അതർ ഫോം ഓഫ് human expressions. In other words, it is the suppression of speech or other communication which may be considered objectionable, harmful, sensitive, or inconvenient to the general body of the people as determined by a government, media outlet, or other controlling body. Legally speaking, censorship involves the attempts of government agencies to restrain public form of communication
This including holding public meetings and protests, publishing books and other written materials, and providing viewpoints and information in newspaper, magazine, radio, television and the internet. ഏറ്റവും അവസാനം ഇൻ്റർനെറ്റും കൂടി കൊടുത്തിരിക്കുകയാണ്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗത്തിലിരിക്കുന്ന വിമർശന സ്വാതന്ത്ര്യമുള്ള മീഡിയ എന്ന് പറയുന്നത് ഇൻ്റർനെറ്റാണ്. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ്ങും, രണ്ട് ഗ്രേറ്റസ്റ്റ് ആക്സസിബിലിറ്റിയുമാണ്. ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് ആക്സസിബിലിറ്റിയാണ്. ഞാൻ കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലിരുന്ന് പറയുന്ന കാര്യം ലോകം മൊത്തമാണ് റീച്ച് ചെയ്യുന്നത്. ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന സിംഗിൾ ആക്സസിലൂടെ. അതേസമയം ഞാൻ ടെലിവിഷനിലൂടെ പറഞ്ഞാൽ ലോകം മുഴുവൻ എത്തുമായിരിക്കാം, പക്ഷെ ആ ചാനൽ അവൈലബിൾ ആയിട്ടുള്ളിടത്ത് മാത്രമേ അത് കിട്ടുന്നുള്ളൂ. റേഡിയോ ഒരു നിശ്ചിത റേഡിയസിനകത്ത് മാത്രമേ കിട്ടുന്നുള്ളൂ. ന്യൂസ് പേപ്പർ ഒരു പരിമിതമായിട്ടുള്ള ജിയോഗ്രഫിക്കൽ ഏരിയയിൽ മാത്രമേ പബ്ലിഷ് ചെയ്യുന്നുള്ളൂ. അതേസമയം ഇൻ്റർനെറ്റ് ലോകം മുഴുവൻ ആക്സസ് ചെയ്യാവുന്ന വളരെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ്. അതുകൊണ്ടാണ് ഈ രാജ്യത്തെ ഗവൺമെൻറ് ഉൾപ്പെടെ എല്ലാവരും ഇൻ്റർനെറ്റിനെ ഭയപ്പെടുന്നു. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ നിലനിൽക്കുന്ന സംവിധാനത്തിന് ദോഷകരമാകുന്ന രീതിയിൽ പറയുകയോ എഴുതുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിനെതിരെ നടപ്പിലാക്കുന്ന നടപടിയാണ് സെൻസർഷിപ്പ് എന്ന് പറയുന്നത്. അത് ജനങ്ങളിൽ ഒരു പബ്ലിക് വയലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി അത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സെൻസർ ചെയ്യപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. Legally speaking, censorship involves the attempt of government agency to restrain public form of communication. This include holding public meetings and protest, publishing books and other materials, and providing viewpoints and information in newspaper, magazine, radio, television and internet. എന്തിലൂടെയും ഏത് മാധ്യമത്തെ ഉപയോഗിച്ചുകൊണ്ടും നിലനിൽക്കുന്ന സംവിധാനത്തിനെതിരായിട്ടുള്ള ഒരു പ്രവണത ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ അതിനെതിരെ നടത്തുന്ന നടപടിയാണ് സെൻസർഷിപ്പ്. ഹിസ്റ്ററി. The word censorship is derived from the root cens, from the Latin censure, which means to estimate, rate, access and judge. സെൻഷർ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡ്, അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു കാര്യത്തെ റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ കാര്യത്തിൻ്റെ കണക്കെടുക്കുക, ആ കാര്യത്തെക്കുറിച്ച് ജഡ്ജ്മെൻറ്റ് നടത്തുക, അതിനെയാണ് സെൻഷർ എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവരും ചെയ്യുന്നത്. അതുകൊണ്ടാണ് സെൻസർഷിപ്പ് എന്ന വാക്ക് വന്നത്, അതിനോട് സാമ്യമുള്ളതായതുകൊണ്ട്. കാരണം ഒരു പ്രോഗ്രാം കണ്ട് ഒരു വാചകം കേട്ട് അതിനെ വിലയിരുത്തി അത് ആർക്കെങ്കിലും ദോഷകരമായി ബാധിക്കുമോ എന്ന് കണക്കാക്കി അത് ഒഴിവാക്കുക അല്ലെങ്കിൽ അത് ഉൾപ്പെടുത്തുക, ഇതാണല്ലോ സെൻസർഷിപ്പ്. അതുകൊണ്ട് സെൻഷർ എന്ന വാക്കിൽ നിന്ന് സെൻസർഷിപ്പ് എന്ന വാക്കുണ്ടായി. Censor was a title given to two magistrates in ancient Rome who were responsible for administrating the census, counting of the population, and supervising public morals. When the Roman Empire became the Holy Roman Empire, the Catholic Church took the primary responsibility for censorship. സെൻസർഷിപ്പിൻ്റെ ആശാന്മാരാണ് ക്രിസ്ത്യാനിറ്റി. ഒരു രക്ഷയില്ല. തങ്ങൾ പറയുന്നതിൽ വിട്ട് ആരെന്ത് പറഞ്ഞാലും അത് സത്യമല്ല എന്ന് തീരുമാനിച്ച് അതിനെ നദശികാന്തം എതിർക്കുന്നവരാണ് ക്രിസ്ത്യാനി, അല്ലെങ്കിൽ ക്രിസ്തീയ സഭ. എത്ര ഉദാഹരണങ്ങൾ വേണം സഭയെക്കുറിച്ച്? സഭ ആദ്യം പഠിപ്പിച്ചത് ഭൂമി ഈ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമാണെന്നും സൂര്യൻ ഉൾപ്പെടെയുള്ളവർ ഭൂമിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും ഭൂമി പരന്നതാണെന്നും. ഇറ്റ്സ് നോട്ട് എ ഗ്ലോബ്. ഭൂമി എന്ന് പറയുന്നത് തിലകൻ സ്ഫടികത്തിൽ പറയും.
വിത്തൗട്ട് മാത്തമാറ്റിക്സ് ഭൂമി ഒരു വട്ടപൂജ്യമാണ്. ഭൂമി ഒരു വട്ടപൂജ്യം അല്ല എന്നാണ് സഭ പഠിപ്പിച്ചത്. സഭ പറഞ്ഞത് ഇങ്ങനെ പരന്ന് കെടുക്കുകയാണ്. ജന്മനാ ഉള്ളതാണ് മണ്ടത്തരം, കുളിച്ചാൽ പോലില്ലല്ലോ. എന്നിട്ട് കോപ്പർനിക്കസ് പറഞ്ഞു സഭ പറയുന്നത് തെറ്റാണ്, ഭൂമി ഉരുണ്ടട്ടാണ്, അതിൻ്റെ ഷേപ്പ് റൗണ്ടാണ്, അത് സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുകയും ഒപ്പം സൂര്യൻ എന്ന കേന്ദ്ര ബിന്ദുവിനെ വലയം വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിടിച്ചുകൊണ്ട് പോയി ജീവനോടെ കത്തിച്ച് കളഞ്ഞു. എന്താ കാരണം? സഭയ്ക്കെതിരെ സംസാരിച്ചു. സെൻസർഷിപ്പാണ്. നമ്മൾ പറഞ്ഞതിനെ എതിർത്ത് പറഞ്ഞപ്പോൾ സെൻസർ ചെയ്തു. ഗലീലി പറഞ്ഞു ഭൂമി ഉരുണ്ടതാണ്, പരന്നിട്ട് നമുക്ക് തോന്നണതാണ്, ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നടക്കില്ല. ഗലീലിയും പിടിച്ചുകൊണ്ടുപോയി ജയിലിലിട്ടു. വർഷങ്ങൾക്ക് ശേഷം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സഭയ്ക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞു. എന്ത് നേടി? സഭ എന്ത് നേടി സെൻസർഷിപ്പിലൂടെ? തങ്ങൾ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ചിലരുടെ നിക്ഷിതമായിട്ടുള്ള താല്പര്യങ്ങളുടെ ബൈറ്റ് പ്രൊഡക്റ്റാണ് ഈ പറയുന്ന സെൻസർഷിപ്പ് എന്ന് പറയും. അപ്പോൾ ഹോളി റോമൻ എംപയർ അവരുടെ കാലം തൊട്ടേ സെൻസർഷിപ്പ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളുടെ ആധുനിക യുഗത്തിലെ ഗവൺമെൻറ്റുകളും അതേ രീതി തന്നെ ഫോളോ ചെയ്യാണ്. ഗവൺമെൻറ്റിനെതിരെ പറഞ്ഞാൽ സെൻസറിങ്. വിജയ് 2 പടത്തിൽ ഗവൺമെൻറ്റിനെ വിമർശിച്ചു. തമിഴ് സിനിമാ നടൻ വിജയ് ഉടനടി ED വിട്ടു. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തപ്പിയെടുക്ക് വിജയുടെ വീട്ടിൽ നിന്ന് പോർട്ട് സാധനങ്ങൾ. കിട്ടിയോ? വല്ലതും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. ഇത് BJPയുടെ മാത്രം പ്രശ്നമല്ല. പണ്ട് മോദിയെ സപ്പോർട്ട് ചെയ്ത് മോഹൻലാൽ 2 വാചകം ബ്ലോഗിൽ എഴുതിയപ്പോൾ അപ്പം തന്നെ വിട്ടു ആദായ നികുതി വകുപ്പിന്. മോഹൻലാലിൻ്റെ വീട് റെയ്ഡി, ആനക്കൊമ്പ് പിടിച്ചെടുത്തു. എന്താ കാരണം? കോൺഗ്രസിൻ്റെ ഭരണം നടക്കുന്ന ഒരു രാജ്യത്ത് BJPയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചു. ഉടനടി ആക്ഷൻ. തങ്ങളുടെ കയ്യിലുള്ള സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരാളെ വിമർശിക്കാനോ നിയന്ത്രിക്കാനോ ശ്രമിക്കുന്നതിനെയാണ് സെൻസർഷിപ്പ് എന്ന് പറയും. അത് ക്രിസ്ത്യൻ പുരാതന കാലഘട്ടത്തിലെ ഒരു 2-ാം നൂറ്റാണ്ട് 3-ാം നൂറ്റാണ്ട് തൊട്ടേ ഉള്ളൊരു രീതിയാണ്. ഇന്നത് പല രീതികളിലേക്ക് മാറി എന്ന് മാത്രം. Prior restraint and subsequent punishments. The government or other authorized bodies can censor materials either through prior restraints or subsequent punishment. Prior restraints refers to attempts by authorities to prevent materials before releasing them to the public. Prior restraint എന്ന് പറയുന്നത് ഒരു കാര്യം പ്രസിദ്ധപ്പെടുത്താൻ പോകുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് പുസ്തകമാണെങ്കിൽ പബ്ലിഷിങ്ങിന് മുൻപ് അനുമതി മേടിക്കണം. സിനിമയാണെങ്കിൽ റിലീസിങ്ങിന് മുൻപ് അനുമതി മേടിക്കണം. അപ്പോൾ ഈ സാഹചര്യങ്ങളിലൊക്കെ ഇതിനെ പൂർണ്ണമായിട്ടും വിലയിരുത്തുക. അത് നിലനിൽക്കുന്ന സംവിധാനത്തിനെതിരാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനെ സെൻസർ ചെയ്ത് ആ ഭാഗം അതിൽ നിന്ന് നീക്കം ചെയ്യുക. രണ്ടാമത്തേത്, അപ്പം നമുക്കൊന്നും തോന്നിയില്ല, പക്ഷെ അത് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നീട് അതിൽ വലിയ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നിയാൽ അതിന് പണിഷ്മെൻറ്റ് കൊടുക്കുക. These restraints include legislation requiring a person to seek license from government before publishing, broadcasting or screening. അതിനാണ് നമ്മൾ ലൈസൻസ് എടുക്കുന്നത്. ഈ രാജ്യത്ത് വണ്ടി ഓടിക്കണമെങ്കിൽ ലൈസൻസ് വേണം. എന്താ അപ്പോൾ അതിൻ്റെ കാരണം? നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ കഴിയുമെന്ന് ഗവൺമെൻറ്റിന് കിട്ടുന്ന അപ്രൂവലാണ്. നിങ്ങൾക്ക് കാർ ഓടിക്കാൻ കഴിയും, നിങ്ങൾക്ക് ബൈക്ക് ഓടിക്കാൻ കഴിയും,
അത് യഥാർത്ഥ രീതിയിൽ തന്നെ ഓടിക്കാൻ കഴിയുമെന്ന് ഗവൺമെൻറ് തരുന്ന സർട്ടിഫിക്കേഷനാണ് ലൈസൻസ്. അത് ഗവൺമെൻറ്റിൻ്റെ മുൻപിൽ കാണിച്ചു കൊടുക്കണം. നിങ്ങൾ നിങ്ങളുടെ അച്ഛനെയും വിളിച്ചിട്ട് ഞാൻ കാർ ഓടിക്കുക അച്ഛാന്ന് പറഞ്ഞിട്ട് ആ കാർ ഓടിച്ച് കാണിച്ചു കൊടുത്താൽ അച്ഛൻ പറയാണ് നീ നാളെ തൊട്ട് വണ്ടി എടുത്തോളാം എന്ന് പറഞ്ഞാൽ നടക്കും? ഇവിടെ നടക്കില്ല. അതിനാണ് ലൈസൻസിങ് ഏജൻസികളുള്ളത് ഇവിടെ. ഇതിനെയാണ് സെൻസറിങ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാവുന്ന നിങ്ങളും നിങ്ങളുടെ അച്ഛനും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ രാജ്യത്തൊരു സംവിധാനമുണ്ട്, ആ സംവിധാനം അതിന് അംഗീകാരം നൽകണം. ടൈപ്പ് ഓഫ് സെൻസർഷിപ്പ്. എത്ര തരത്തിലുള്ള സെൻസർഷിപ്പ് ഉണ്ടെന്നാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, മോറൽ സെൻസർഷിപ്പ്. ദിസ് ഈസ് റിമൂവൽ ഓഫ് മെറ്റീരിയൽ ദാറ്റ് ആർ ഒബ്സീൻസ് ഓർ otherwise considered morally questionable. Pornography is an example. ആദ്യത്തേത് നമുക്കറിയാം മോറലാണ്. മോറൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മളുടെ സമൂഹത്തിൻ്റെ അന്തസ്സിന് നിരക്കാത്തത് എന്തും. ഇപ്പോൾ അസഭ്യവർഷം, അതുപോലെ തന്നെ അസഭ്യമായിട്ടുള്ള വസ്ത്രധാരണം, സെക്ഷുവൽ കണ്ടൻറ്റ്, ഇതൊക്കെ എന്തിനുദാഹരണമാണ്? മോറൽ സെൻസർഷിപ്പിൻ്റെ ഭാഗമാണ്. കാരണം നമ്മുടെ നാട്ടിലെ ഓരോ പരിപാടികളും ചാനലിൽ അവതരിപ്പിക്കുന്ന പരിപാടികൾ കൊച്ചുകുട്ടികൾ മുതൽ വളരെ മുതിർന്നവർ വരെ കാണുന്നതാണ്. അപ്പോൾ അവർ കാണുന്നതിനെ നിയന്ത്രിക്കേണ്ടത് നമ്മളുടെ കൂടി ആവശ്യമാണ്. കാരണം അവരൊരു സോഷ്യൽ ബീയിങ് ആയതുകൊണ്ട് തന്നെ സൊസൈറ്റിയുടെ നിലനിൽക്കുന്ന സംവിധാനത്തോട് ചേർന്ന് പോകാൻ പറ്റണം. അങ്ങനെ ചേർന്ന് പോകണമെങ്കിൽ അവന് കിട്ടുന്ന കണ്ടൻറ്റ് അത്തരത്തിലുള്ളതായിരിക്കണം. 18 വയസ്സ് തികയാത്ത ഒരു കുട്ടിയുടെ മുൻപിൽ, അല്ലെങ്കിൽ 6 വയസ്സുള്ള ഒരു കുട്ടിയുടെ മുൻപിൽ സ്ത്രീയും പുരുഷനും പരസ്പരം ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്നതിൻ്റെ വീഡിയോ കാണിച്ചു കൊടുത്താൽ അവനത് നാളെ അവൻ്റെ ചുറ്റുപാടിൽ നിന്ന് അങ്ങനെ ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്തെടുക്കും. കാരണം അവനറിയില്ല എന്താണത് എന്നുള്ളത്, അവനറിയില്ല. അവിടെ സെൻസർഷിപ്പ് വേണം, തീർച്ചയായിട്ടും വേണം. കാരണം കുട്ടികൾ സാൻമാർഗികത എന്ന് പറയുന്നത് അല്പം വേണ്ടവർ തന്നെയാണ്. ഈ രാജ്യത്തിന് അതിൻ്റേതായിട്ടുള്ളൊരു അന്തസത്തയുണ്ട്, അത് കാത്തു സൂക്ഷിക്കാൻ അവരെ കൊണ്ട് പറ്റണം. മിലിറ്ററി സെൻസർഷിപ്പ് അതെന്തായാലും വേണം. രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഡിഫൻസ് നടത്തുന്ന ചർച്ചകൾ, അവിടെ എടുക്കുന്ന തീരുമാനങ്ങൾ, അതൊന്നും പുറത്തു പോകാൻ പാടില്ലാത്തതാണ്. ഞാനൊരു പട്ടാളക്കാരനാണെങ്കിൽ ഞാൻ മീറ്റിങ്ങിൽ പറയുകയാണ്, നമ്മൾ നാളെ ഇന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മളുടെ ബങ്കറുകളിൽ ഇത്ര ആൾക്കാരെ നിയമിക്കും. ആ വഴിക്കിലൂടെയുള്ള ഒരാക്രമണത്തെയും നമ്മൾ അനുവദിക്കില്ല. ഞാനപ്പോൾ തന്നെ ഫേസ്ബുക്കിൽ അത് ലൈവ് ഇടുകയാണ്. ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോഴുള്ളത് ഞങ്ങളുടെ സൈനിക ക്യാമ്പിലെ മീറ്റിങ്ങിലാണ്. ഞങ്ങളുടെ മേജർ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കിപ്പോൾ വിശദീകരിച്ച് തരികയാണ്. നമ്മൾ ചൈന അതിർത്തിയിലുള്ള 8 ക്യാമ്പുകളിൽ, ബങ്കറുകളിൽ ആളുകളെ കൂടുതലായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക. ഇതൊക്കെ എനിക്ക് ഫേസ്ബുക്ക് ലൈവിലൂടെ വിളിച്ച് പറയാൻ പറ്റും? പറ്റില്ല. കാരണം അത് എൻ്റെ രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണ്. അപ്പോൾ അവിടെ സെൻസറിങ് വേണ്ടി വരും. മിലിറ്ററി സെൻസർഷിപ്പ് is the process of keeping military intelligence and tactics confidentially and away from the enemy. ശത്രുക്കളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മറച്ചു വയ്ക്കുന്നു. അത് രാജ്യത്തിൻ്റെ സ്വകാര്യതയായതുകൊണ്ടും രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ടാണ്. പൊളിറ്റിക്കൽ സെൻസർഷിപ്പ് occurs when government hold back information from their citizens. This is often done to exert control over the population and prevent free expression that might encourage rebellion. പൊളിറ്റിക്കൽ സെൻസർഷിപ്പ് വേണ്ടി വരും. കാരണം ഗവൺമെൻറ് ജനങ്ങളിൽ നിന്നൊരു കാര്യം മറച്ചു വയ്ക്കാൻ തീരുമാനിക്കുമ്പോൾ ആ കാര്യത്തെ ആരെങ്കിലും ജനങ്ങളുടെ മുൻപിലേക്ക് അവതരിപ്പിച്ചാൽ അത് നാളെ ഒരു കലാപം പൊട്ടിപ്പുറപ്പെടാനായിട്ട് കാരണമായി തീരും. അത്തരത്തിലൊരു കലാപം സംഭവിച്ചാൽ അതിൻ്റെ ദോഷഫലം അനുഭവിക്കേണ്ടി വരുന്നത് ഗവൺമെൻറ് തന്നെയാണ്. അതുകൊണ്ട് അതിനെ നിയന്ത്രണ വിധേയമാക്കണം. അത് തന്നെയാണ് കർഷക സമരത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
കർഷക സമരത്തെ പല കോണുകളിൽ നിന്നും സപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഗവൺമെൻറ്റിനെതിരെയുള്ള വെല്ലുവിളിയാണ്. അതിനെ നേരിടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ട്വിറ്റർ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നതും ട്വിറ്റർ പോസ്റ്റുകൾ നീക്കം ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നു. ഇത് പൊളിറ്റിക്കൽ സെൻസർഷിപ്പാണ്. റിലീജിയസ് സെൻസർഷിപ്പ് വളരെ ശക്തമായിട്ടുള്ളൊരു പ്രശ്നമാണ്. കാരണം റിലീജിയനുമായിട്ട് സംബന്ധിച്ച് ഈ പറഞ്ഞ രാഹുൽ ഈശ്വർ ആയാലും ശശികല ആയാലും ഒക്കെ ഒരുപാട് തവണ റിലീജിയസ് സെൻസർഷിപ്പിന് വിധേയരായിട്ടുള്ള വ്യക്തികളാണ്. കാരണം അവരുടെ പ്രസംഗങ്ങളും അവരുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമൊക്കെ ഇത്തരത്തിൽ ഒരു മതസ്പർദ്ധ വളർത്തുന്ന തരത്തിലുള്ളതാണ്. ഈസ് ദ മീൻസ് ബൈ വിച്ച് എനി മെറ്റീരിയൽ കൺസിഡേർഡ് ഒബ്ജക്ഷനബിൾ ബൈ എ സർട്ടൻ ഫെയ്ത്ത് ഈസ് റിമൂവ്ഡ്. ഞാൻ പറയാണ്, ഈ രാജ്യത്തെ മുസ്ലിം മതവിശ്വാസികൾ എന്ന് പറയുന്നവർ ഭീകരതയ്ക്കും അക്രമത്തിനും ഈ രാജ്യത്തെ തകർക്കാനും ശ്രമിക്കുന്ന കാട്ടുകള്ളന്മാരാണ് എന്ന് ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയാൽ അതെന്തായാലും റിമൂവ് ചെയ്യപ്പെടണം. കാരണം ഈ രാജ്യത്തെ മുസ്ലിമുകളൊക്കെ അങ്ങനെയാണോ? ഈ രാജ്യത്തെ ക്രിസ്ത്യാനികൾ അങ്ങനെയാണോ? എന്നാൽ ഈ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയും ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്നവർ ഹിന്ദുക്കൾ മാത്രമാണെന്ന് ഞാൻ പറഞ്ഞാൽ ശരിയാവോ? എന്തുകൊണ്ടാണ് ശരിയാവാത്തത്? എനിക്കങ്ങനെ പറയാൻ അവകാശമില്ല. ഈ രാജ്യത്തുള്ള എല്ലാവരും ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ തന്നെയാണ്. അപ്പം അത് റിലീജിയസ് ആയിട്ടുള്ള സെൻസർഷിപ്പിൻ്റെ ഭാഗമാണ്, നിർബന്ധമായിട്ട് ഒഴിവാക്കപ്പെടേണ്ടതാണ്. This often involves a dominant religious forcing limitation on less prevalent one. Alternatively, one religion may shun the works of another when they believe the content is not appropriate for their faith. ഒരാളുടെ വിശ്വാസം മറ്റൊരാളുടെ വിശ്വാസത്തിന് എതിരോ അതിനെ അനുകൂലിക്കാത്തതോ ആണെന്ന് കരുതി അവരെ നിശിതമായിട്ട് വിമർശിക്കാനുള്ള അവകാശം നമുക്കില്ല. അങ്ങനൊരു അവകാശവും ഈ രാജ്യം നമുക്ക് കൽപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് അത് മനസ്സിലാക്കി നമ്മൾ സ്വയം നിയന്ത്രിക്കാനായിട്ട് തയ്യാറായാൽ മാത്രമേ, തയ്യാറായില്ലെങ്കിൽ രാജ്യം തന്നെ നേരിട്ടത് ചെയ്യിക്കും. അതാണ് റിലീജിയസ് സെൻസർഷിപ്പ്. കോർപ്പറേറ്റ് സെൻസർഷിപ്പ് is the process by which editors in corporate media outlet intervene to disrupt the publishing of information that portrays their business or business partners in negative light. കോർപ്പറേറ്റ് സെൻസർഷിപ്പ് ഉണ്ടാവും. ഇപ്പോൾ മനോരമ ഒരു കോർപ്പറേറ്റ് ആണ്, മാതൃഭൂമി ഒരു കോർപ്പറേറ്റ് ആണ്. മനോരമ മാതൃഭൂമിയെ നിശിതമായിട്ട് വിമർശിക്കുകയോ അവരുടെ പ്രവർത്തനങ്ങളെ മോശവൽക്കരിക്കുകയോ ചെയ്താൽ അതിനെ ചോദ്യം ചെയ്യും. അത് നിർബന്ധമായിട്ടും ഒഴിവാക്കപ്പെടേണ്ടതാണ്. മനോരമ അങ്ങനെ പബ്ലിഷ് ചെയ്താൽ മാതൃഭൂമി മനോരമയ്ക്കെതിരായിട്ട് പരാതി കൊടുക്കും. അപ്പോൾ ആ സെൻസർഷിപ്പിൻ്റെ ഭാഗമായിട്ട്, കോർപ്പറേറ്റ് സെൻസർഷിപ്പിൻ്റെ ഭാഗമായിട്ട് അവരാ പ്രസിദ്ധീകരിച്ചത് നീക്കം ചെയ്യുകയും അവർ മാപ്പ് പറയുകയും മാതൃഭൂമിക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ട വരെ അവസ്ഥ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇൻ്റർനെറ്റ് സെൻസർഷിപ്പ്, അതേത് വിഷയത്തിലായാലും ഇൻ്റർനെറ്റിലൂടെ നമ്മൾ നിശ്ചിതമായിട്ടൊരു കാര്യത്തെ വിമർശിക്കാൻ തീരുമാനിച്ചാൽ ഉടനടി നമുക്ക് സെൻസർഷിപ്പ് വരും ഇൻ്റർനെറ്റ് സൈഡിൽ നിന്ന്. അത് ഗവൺമെൻറ് നടപ്പിലാക്കുന്ന സെൻസർഷിപ്പാണ്. ഞാനിപ്പോൾ പറഞ്ഞ ട്വിറ്റർ അതിൻ്റെ വലിയ ഉദാഹരണമാണ്. ഡിജിറ്റൽ റവല്യൂഷൻ സ്വീപ്പിംഗ് അക്രോസ് ദ വേൾഡ് ഹാസ് awakened certain authoritarian governments to impose stringent censorship on the internet. For example, China, Saudi Arabia, North Korea, Burma, Cuba, Libya, and others have imposed prior restraint on certain internet sites by creating nationwide firewall which block thousands of websites. ചില സാഹചര്യങ്ങളിൽ ചില സൈറ്റുകളിലേക്ക് പോവാതിരിക്കാനും ചില വിവരങ്ങൾ ലഭ്യമാവാതിരിക്കാനും വേണ്ടി ചിലരെ ബ്ലോക്ക് ചെയ്യും. അങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ് നിർമ്മിക്കുന്ന മതിലാണ് ഫയർ വാൾ എന്നാണ് അതിനെ വിളിക്കുക. ഫയർ വാളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇൻ്റർനെറ്റ് കണ്ടൻറ്റുകൾ ലഭിക്കാതിരിക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇത്തരത്തിൽ നമ്മളുടെ രാജ്യം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പോൺ സൈറ്റുകളെ ഒക്കെ നമ്മൾ ഫയർ വാൾ ഉപയോഗിച്ച് മറച്ചു വെച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ BJP ഗവൺമെൻറ് നടപ്പിലാക്കിയതാണ്. കാരണം കുട്ടികൾ ഇൻ്റർനെറ്റ് അമിതമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് അവരേറ്റവും കൂടുതൽ
പോൺ സൈറ്റുകളെ ഉപയോഗപ്പെടുത്തുന്നു എന്നറിഞ്ഞിട്ട് എല്ലാ പോൺ സൈറ്റുകളെയും ബാൻ ചെയ്തു. വളരെ നല്ലൊരു തീരുമാനമാണ്, വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സൈൻ. അത് ആവശ്യമാണ്. പക്ഷേ ഈ പറയുന്ന നോർത്ത് കൊറിയ ആയാലും ചൈന ആയാലും സൗദി അറേബ്യ ആയാലും ഗവൺമെൻറ്റിനെതിരെ ജനങ്ങൾ പ്രതികരിക്കാതിരിക്കാനാണ് അവരവരുടെ രാജ്യത്ത് സെൻസർഷിപ്പ്, ഇൻ്റർനെറ്റ് സെൻസർഷിപ്പ് നടപ്പിലാക്കിയിരിക്കുന്നത്. ഇന്ന് അതിന് തുല്യമായിട്ടുള്ള സെൻസർഷിപ്പിലേക്കാണ് ഇന്ത്യയെ പോലെ ഒരു സ്വാതന്ത്ര്യമുള്ള ജനാധിപത്യ രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും അനുവദിക്കാൻ പറ്റില്ല. കാരണം കർഷക സമരത്തെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ ട്വിറ്റർ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നത് അംഗീകരിക്കാനേ പറ്റില്ല. ട്വിറ്റർ എന്ന് പറയുന്ന സമൂഹ മാധ്യമം ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ളതാണ്. അതിനെന്തിനാണ് ഗവൺമെൻറ് ഭയക്കേണ്ട കാര്യം? ഒരിക്കലും ഭയക്കേണ്ട ആവശ്യമില്ല. വെബ്സൈറ്റ്സ് ദാറ്റ് ഡീറ്റെയിൽഡ് ദി ജാസ്മിൻ റെവല്യൂഷൻ അപ്രൈസിംഗ് which kicked off political unrest in the North African and West Asian countries were entirely blocked in China and other countries, fearing similar popular uprising in the counties. Most countries, including democratic countries, have enacted cyber laws that establish prior restraint and also subsequent punishment ഓൺ ദി ഇൻ്റർനെറ്റ് മെറ്റീരിയൽസ്. പല രാജ്യങ്ങളും ജാസ്മിൻ റെവല്യൂഷനൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇൻ്റർനെറ്റിനെ ഉപയോഗിക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ നടന്ന വലിയ ശക്തമായിട്ടുള്ള പ്രതിഷേധം മിഡിൽ ഈസ്റ്റിൽ. അതിനെ തുടർന്ന് മറ്റ് രാജ്യങ്ങളിലേക്കും അത്തരം വിപ്ലവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പലരും അത്തരത്തിലുള്ള നിയന്ത്രണങ്ങളിലേക്ക് കടന്നു വന്നത്. പക്ഷേ ഇന്ത്യയെ പോലെയുള്ള സ്വാതന്ത്ര്യമുള്ള ജനാധിപത്യ രാജ്യങ്ങൾ എന്തു ചെയ്യും? ഇൻ്റർനെറ്റ് സ്വാതന്ത്ര്യം അനുവദിക്കും. ഒപ്പം തന്നെ ചില റെസ്ട്രിക്ഷൻസിന് വേണ്ടി സൈബർ ലോസ് വളരെ കാര്യക്ഷമമായിട്ട് നടപ്പിലാക്കുന്ന രാജ്യമാണ്. അതാണ് ചെയ്യേണ്ടത്. ഇൻ്റർനെറ്റ് ഉപയോഗിക്കാനുള്ള അവകാശം കൊടുത്തുകൊണ്ട് സൈബർ ലോ ശക്തമാക്കി മാറ്റുക. എങ്കിൽ മാത്രമേ ആ രാജ്യത്തിന് കൃത്യമായിട്ടുള്ള നിയന്ത്രണത്തിൽ, സെൻസർഷിപ്പിൽ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. സെൽഫ് സെൻസർഷിപ്പ്. നമ്മൾ സെൻസർഷിപ്പുകൾ പല രീതിയിൽ രാജ്യം നടപ്പിലാക്കും. അത് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക്, അതുപോലെ തന്നെ ചില പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റിൻ്റെ പുറത്ത്, ചില റിലീജിയസ് ആയിട്ടുള്ള കാരണങ്ങളാൽ, അങ്ങനെ പലതരത്തിലുള്ള പല രീതിയിൽ ഇത് നടപ്പിലാക്കും. പക്ഷേ ഇങ്ങനെയൊക്കെ നടപ്പിലാക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു രാജ്യത്ത് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് ആ രാജ്യത്തെ വ്യക്തികൾക്കുണ്ടായിരിക്കേണ്ട നിയന്ത്രണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനാണ് സെൽഫ് സെൻസർഷിപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ എന്ത് പറയണം, ഞാൻ എന്ത് പറയാൻ പാടില്ല, ഏതൊക്കെ മേഖലയിൽ എനിക്ക് ചർച്ച ചെയ്യാം, ഏതൊക്കെ മേഖല ഞാൻ ചർച്ച ചെയ്യാതിരിക്കണം, ഇങ്ങനെ ഒരു സ്വയം നിയന്ത്രണം എല്ലാ കാര്യത്തിലും നമുക്കുണ്ടെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ അത് സുഗമമായിട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം അത് വല്ലാത്തൊരു ഡിസ്പാരിറ്റി ആ രാജ്യത്ത് കൊണ്ടുവരാനായിട്ട് കാരണമായി തീരും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. There is a general tendency to think and talk of press freedom only in the context of government curbing it through legislation. Misuse of power or inducements, threats to press freedom do not come from government alone. In an age where newspaper need heavy investment and the owners have wide business interest, the press freedom is often curbed by newspapers' own management on what to suppress and what to play up. സെൽഫ് സെൻസർഷിപ്പ് എന്തുകൊണ്ട് വേണ്ടി വരുന്നു എന്ന് പറയുന്നതിൻ്റെ ആവശ്യത്തെക്കുറിച്ചിട്ടാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഈ രാജ്യത്ത് പലതരത്തിലുള്ള മീഡിയകളുണ്ട്. പലരുടെ ഓണർഷിപ്പിലുള്ള പലതരത്തിലുള്ള മീഡിയകൾ. ഈ മീഡിയകളുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവരിതൊരു ബിസിനസ്സായിട്ടാണ് കാണുന്നത്. ദിസ് ഈസ് നോട്ട് എ സർവീസ്, ദിസ് ഈസ് പ്യുവർലി ബേസ്ഡ് ഓൺ പ്രോഫിറ്റ് മേക്കിംഗ്. സോ ബിസിനസ്സായിട്ട് കാണുന്ന ഒരു കോൺസെപ്റ്റിനെ അവരെന്ത് തന്നെയായാലും പ്രോഫിറ്റിന് വേണ്ടിയിട്ട് മറിച്ചെടുക്കുകയുള്ളൂ. പ്രോഫിറ്റ് ഇല്ലാത്ത ഒരു ബിസിനസ്സും ഇല്ല. അങ്ങനെയാണെങ്കിൽ അതിന് ബിസിനസ് എന്ന് വിളിക്കാനും പറ്റില്ല. അപ്പോൾ ഈ പ്രശ്നം മനസ്സിലാക്കിയിട്ടാണ്
എന്തു പറയുന്നത്? നമ്മൾ ഈ പ്രോഫിറ്റ് മേക്കിങ്ങിന് ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നമായിട്ട് കണക്കാക്കും. പ്രോഫിറ്റ് വേണം, തീർച്ചയായിട്ടും വേണം. പക്ഷേ അതിനു വേണ്ടിയിട്ട് അവരുടെ ബിസിനസ് താല്പര്യങ്ങളെ കൂടുതലായിട്ട് മോട്ടിവേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അവിടെയാണ് സെൻസർഷിപ്പ് വളരെ അത്യാവശ്യമായിട്ട് വരുന്നത്. മനോരമയെ സംബന്ധിച്ചിടത്തോളം കല്യാൺ ജുവല്ലേഴ്സ് ഒരുപാട് പരസ്യം കൊടുക്കുന്നു, ഒരുപാട് പൈസ അവർക്ക് കൊടുക്കുന്നു. അതുകൊണ്ട് കല്യാണിനെതിരായിട്ട് ഞങ്ങളൊന്നും പറയില്ല. അങ്ങനെ ഒരു സ്റ്റാൻഡ് അവരെടുത്താൽ കല്യാണിനെതിരായിട്ടുള്ള വാർത്തകൾ മനോരമയിൽ വരില്ല. അതാണ് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിലതിനെ കവറപ്പ് ചെയ്യും, ചിലതിനെ പ്ലേ അപ്പ് ചെയ്യും. പുറത്തു വിടേണ്ടത് ഏത്, അടച്ചു വെക്കേണ്ടത് ഏത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ തന്നെ ഒരു താരതമ്യം നടത്താൻ തുടങ്ങും. ഇത് വളരെ വലിയ ദോഷം ചെയ്യും. Big advertisers often approach the editors or news editors with request to print what may not fit to print on its own merits, or more significantly, not to print a report which a major advertiser may not like. ഇതാണ് ഞാൻ പറഞ്ഞത്. കല്യാൺ ജുവല്ലേഴ്സിന് എതിരായിട്ടുള്ളൊരു വാർത്ത വന്നാൽ അവരപ്പം തന്നെ ന്യൂസ് എഡിറ്റർ വന്ന് കാണും, അത് പബ്ലിഷ് ചെയ്യാൻ നിൽക്കണ്ട, അത് ഞങ്ങൾക്ക് ഇത്തിരി ദോഷകരമായിട്ടുള്ള വാർത്തയാണ്. അത് കൊടുക്കാതിരുന്നാൽ കല്യാൺ നിങ്ങൾക്ക് നാളെ 10 കോടി രൂപ പരസ്യം തരും, അല്ലെങ്കിൽ ജോസ്കോ നിങ്ങൾക്ക് നാളെ 10 കോടി രൂപയുടെ പരസ്യം തരും. ആ വാർത്ത മൂടി വെച്ചാൽ മതി. ഇങ്ങനൊരു 10 ഇൻസ്റ്റിറ്റ്യൂഷനെ പോയി പിടിക്കുന്നു. ഈ 10 മീഡിയയിലും ഇത് പുറത്തു വരുന്നില്ല. ജനങ്ങളെങ്ങനെ അറിയും? അറിയില്ലെന്നേ. ഒരു കാര്യം കൂടെ അറിയാണ്ട പോട്ടെ. ഇതാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇവിടുത്തെ മീഡിയകൾ അവർ കോർപ്പറേറ്റുകളായിട്ട് മാറുകയും ആ കോർപ്പറേറ്റുകൾ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ന്യൂസ് മീഡിയകളെ കൈവശം വയ്ക്കുകയും ചെയ്യുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം, അല്ലെങ്കിൽ പ്രതിസന്ധി. The newspaper political leanings often induce journalists to impose self-inflicted curbs, often affecting their objectivity. ചില സമയങ്ങളിൽ ന്യൂസ് പേപ്പേഴ്സിന് അവരുടേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ടോ. ഇപ്പോൾ ദേശാഭിമാനി നമുക്ക് എല്ലാവർക്കും അറിയാം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയാണ്, CPMൻ്റെ മുഖപത്രമാണ്. ഈ ദേശാഭിമാനി ഒരിക്കലും CPMനെതിരായിട്ട് എഴുതില്ല, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയത്തിനെതിരായിട്ട് എഴുതില്ല, ഇടതുപക്ഷത്തിനെതിരായിട്ട് എഴുതില്ല. അപ്പം ദേശാഭിമാനി വായിക്കുന്നവൻ ഇടതുപക്ഷമാണ് നല്ലത്, സൂപ്പറാണ്, അവരുടെ ഭാഗത്ത് ഒരു പ്രശ്നമില്ല, എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് BJPയും കോൺഗ്രസുമാണ്. ഈ ഒരു ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അറിയാതെ തന്നെ അത് അയാളുടെ പബ്ലിക് ഒപ്പീനിയനായിട്ട് മാറും. എന്നാൽ ദേശാഭിമാനി മറച്ചു വയ്ക്കുന്ന ഒരുപാട് അഴിമതികൾ ഉണ്ടായിരിക്കും. സ്വർണ്ണക്കള്ളക്കടത്ത്, അതുപോലെ തന്നെ ഇപ്പോൾ നിയമന സ്ഥിരപ്പെടുത്തൽ, അതുപോലെ മന്ത്രിമാരുടെയും MP-മാരുടെയും MLA-മാരുടെയും ഒക്കെ ഭാര്യമാർ ഉയർന്ന പോസ്റ്റുകളിൽ എത്തുകയാണ്. PSC റാങ്ക് ലിസ്റ്റിൽ 1ാം റാങ്കിലാണ്. എഴുതി കിട്ടിയതാവാം, ആവാതിരിക്കാം. പക്ഷെ ഇതിനെയൊക്കെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് ദേശാഭിമാനി സംസാരിക്കുമ്പോൾ മനോരമയും മാതൃഭൂമിയും ഒക്കെ ചിലപ്പോൾ അതിനെ എതിർത്ത് സംസാരിക്കും. അത് ആശയപരമായിട്ടുള്ള വ്യത്യാസമാണ്. പക്ഷേ ദേശാഭിമാനിയിൽ വർക്ക് ചെയ്യുന്നൊരു റിപ്പോർട്ടറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സത്യം എന്താണെന്ന് എഴുതാൻ കൂടി പറ്റാത്ത അവസ്ഥ വരും. അതാണ് ഇറ്റ് ഈസ് അഫക്റ്റിംഗ് ടു ഹിറ്റ്സ് ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ സത്യസന്ധത അവന് പുറത്തു കാണിക്കാൻ പറ്റുന്നില്ല. അവന് പറയണമെന്നുണ്ട്, പാർട്ടി ചെയ്തത്, ഗവൺമെൻറ് ചെയ്തത് തെറ്റാണ്, പക്ഷെ പറ്റില്ല. എഴുതുന്നത് ദേശാഭിമാനിക്ക് വേണ്ടിയിട്ടാണ്, കാശ് തരുന്നത് ദേശാഭിമാനിയാണ്. ഇതാണ് ഏറ്റവും വലിയ നിയന്ത്രണം എന്ന് പറയുന്നത്. മോസ്റ്റ് റെക്കഗ്നൈസ്ഡ് പ്രൊഫഷണൽ ഹാവ് ദെയർ കോഡ്സ് ഓഫ് കണ്ടക്ട് വിച്ച് ആർ ടു ബി ഒബ്സർവ് വൈൽ ക്യാരിയിങ് ഔട്ട് ദെയർ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. നമ്മൾ നമ്മുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ
നമുക്ക് ചില കോഡ് ഓഫ് എത്തിക്സ് ഉണ്ട്, കോഡ് ഓഫ് കണ്ടക്റ്റ് ഉണ്ട്. അത് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതും നമ്മുടെ ഉത്തരവാദിത്വമാണ്. എ കോഡ് ഓഫ് എത്തിക്സ് ഫോർ ജേർണലിസ്റ്റ് was first formulated and adopted by Swedish Press Council. Presently, many countries drawn up and enforced such a code of ethics for media professionals. ആദ്യമായിട്ട് മീഡിയയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരു കോഡ് ഓഫ് എത്തിക്സ് വേണം, കോഡ് ഓഫ് കണ്ടക്റ്റ് വേണമെന്ന് ആവശ്യപ്പെട്ട രാജ്യം സ്വീഡനാണ്. സ്വീഡൻ അത് ആദ്യമായിട്ട് നടപ്പിലാക്കി. അതിനുശേഷം ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളും ഇത്തരത്തിൽ പ്രസ് കൗൺസിലും കോഡ് ഓഫ് എത്തിക്സും ഒക്കെ കൊണ്ടുവന്നു. പക്ഷെ ഇന്നും അത് പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ ഒന്നുകൂടി വിശകലനം ചെയ്തു നോക്കേണ്ട ഒരു സാഹചര്യം ഈ രാജ്യത്ത് വന്നിരിക്കുകയാണ്. ജേർണലിസ്റ്റ് മസ്റ്റ് ഗീവ് ടോപ്പ് മോസ്റ്റ് പ്രയോറിറ്റി ടു ഡിസിപ്ലിൻ ആൻഡ് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്. ദേ ഷുഡ് നോട്ട് അറ്റംപ്റ്റ് ടു എക്സ്പ്ലോയിറ്റ് ഓർ മിസ്ഇൻഫോം റീഡേഴ്സ്. ദ പ്രസ് ഷുഡ് ഓൾസോ ഹോണർ ദ പ്രൈവസി ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് പ്രൊട്ടക്ട് പീപ്പിൾ ഫ്രം ഡിഫമേഷൻ. Attempt to mislead and misinform the readers must have been considered unethical and journalists should refrain from such practices. ഒരു യഥാർത്ഥ ജേർണലിസ്റ്റ് എന്ന് പറയുന്നവൻ ആദർശവാനായിരിക്കണം. അവൻ്റെ അഭിപ്രായങ്ങളിലും അവന് പറയാനുള്ള കാര്യങ്ങളിലും കൃത്യവും വ്യക്തവുമായിട്ടുള്ള ധാരണയുള്ള ആളായിരിക്കണം. ഒരു കാരണവശാലും ആരെയും തെറ്റിദ്ധരിപ്പിക്കാനോ ആരെയും അപകീർത്തിപ്പെടുത്താനോ നമ്മളുടെ റിപ്പോർട്ടുകൾ കാരണമായി തീരരുത്. ഒപ്പം തന്നെ കൃത്യവും വ്യക്തവുമായിട്ടുള്ള വിവരങ്ങൾ മറ്റുള്ളവർക്ക് ലഭ്യമാക്കേണ്ട ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഓരോ ജേർണലിസ്റ്റും ഏറ്റെടുക്കേണ്ടത്. ഇതൊക്കെ കോഡ് ഓഫ് എത്തിക്സിലും കണ്ടക്റ്റിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതൊന്നും ഇന്ന് പ്രാക്ടിക്കലി നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. എന്തുകൊണ്ടോ ഇതൊന്നും നടക്കുന്നില്ല ഈ രാജ്യത്ത്. എല്ലാം ഉണ്ട്, കോഡ് ഓഫ് എത്തിക്സ് ഉണ്ട്, കണ്ടക്റ്റ് ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളത് വലിയൊരു വിഷയമാണ്. എമർജൻസി ആൻഡ് സെൻസർഷിപ്പ്. 1975 ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് ഇന്ത്യയിലെ ആദ്യമായിട്ട് നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചു, അടിയന്തരാവസ്ഥ. ആ കാലഘട്ടമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെൻസർഷിപ്പ് നടപ്പിലാക്കിയ വർഷം. കാരണം ഒന്നും പബ്ലിഷ് ചെയ്യാൻ അനുവദിക്കാത്ത ഒരു കാലഘട്ടം. അന്നുണ്ടായ ചില ഇൻസിഡൻസിനെ കുറിച്ച് നമുക്ക് പറയാം. ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ടു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ ദ കോർട്ട് ഓഫ് ലോ എക്സെപ്റ്റ് വെൻ ഇറ്റ് ഈസ് സസ്പെൻഡഡ് ബൈ എ പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി അണ്ടർ ആർട്ടിക്കിൾ 358. ആർട്ടിക്കിൾ 358 പ്രകാരം നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചാൽ പിന്നെ ഈ പറയുന്ന ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ നാച്ചുറലി ഓട്ടോമാറ്റിക്കലി എന്തായി പോവും? സസ്പെൻഡഡ് ആയിപ്പോവും. ഒരു രാജ്യത്ത് നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുമ്പോൾ നമുക്ക് വായി തോന്നിയതൊക്കെ വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല. കാരണം രാജ്യത്തിൻ്റെ അവസ്ഥ അതാണ്. അതുകൊണ്ടാണ് നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ 1975 ഇന്ദിരാഗാന്ധി അദ്ദേഹത്തിൻ്റെ ഓഫീസ് നിലനിർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രാജ്യത്ത് നാഷണൽ എമർജൻസി നടപ്പിലാക്കിയത്. അത് വേറെ വശം. വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ സാധാരണഗതിയിൽ കണക്കാക്കുന്നത് ഒരു രാജ്യം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ ആ രാജ്യത്ത് അത്രയും വലിയ ആഭ്യന്തര പ്രശ്നം നിലനിൽക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. ആ സാഹചര്യത്തിൽ ആർക്കും എന്തും വിളിച്ചു പറയാൻ പറ്റില്ല. ആർട്ടിക്കിൾ 19(1) ഓട്ടോമാറ്റിക്കലി സസ്പെൻഡ് ആയിപ്പോവും. വെൻ എമർജൻസി ഈസ് ഇൻ ഫോഴ്സ്, ആർട്ടിക്കിൾ 358 സസ്പെൻഡ് ആർട്ടിക്കിൾ 19. ആർട്ടിക്കിൾ 358 പ്രഖ്യാപിച്ചാൽ ആർട്ടിക്കിൾ 19 പിന്നെ പ്രാധാന്യമില്ല. ഫ്രീഡം ഓഫ് സ്പീച്ച് ഇല്ല, എക്സ്പ്രഷൻ ഇല്ല, ഒക്കെ അടിച്ചമർത്തപ്പെടും. അത് ഈ രണ്ട് നിയമങ്ങളുടെയും പ്രത്യേകതയാണ്. ഒന്ന് വരുമ്പോൾ മറ്റൊന്ന് താഴോട്ട് പോകുമെന്ന് പറയുന്നത് പോലെ തന്നെയാണ്. Thereby, any administrative action or law made during emergency cannot be challenged in a court on the ground that violates Article 19. അപ്പോൾ ആർട്ടിക്കിൾ 358 നിലനിൽക്കുമ്പോൾ നമ്മൾ പോയിട്ട് പറയാണ്, ഞാൻ എൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഞാൻ പറഞ്ഞു ഈ രാജ്യത്തെ ഗവൺമെൻറ് ഒന്നിനും കൊള്ളാത്തൊരു ഗവൺമെൻറ് ആണെന്ന് പ്രഖ്യാപിച്ചു. എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി അറസ്റ്റ് ചെയ്തു. ഞാൻ കോടതിയിൽ ചെന്നപ്പോൾ പറയാണ്, ഐ ഹാവ് ദ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആൻഡ് ദിസ് ഈസ് മൈ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ കോടതി പറയും, മോനെ ആർട്ടിക്കിൾ 19 ഇപ്പോൾ നിലനിൽക്കുന്നില്ല. ബിക്കോസ് ഈ രാജ്യത്ത് ആർട്ടിക്കിൾ 358 ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിനക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഇല്ല.
സോ തെറ്റാണ് നമ്മൾ ചെയ്തത്. നമ്മളെ അറസ്റ്റ് ചെയ്യാനും കോടതിയിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള ഡിഫൻസും നമുക്ക് കിട്ടില്ല. After the bitter experience of the emergency declared by Mrs. Indira Gandhi in June 1975, the successor Janata government amended Article 359, 44th Amendment, to keep the fundamental right out of the purview of the presidential order. ജനതാ ഗവൺമെൻറ് 1977 ജനതാ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത് ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ. ആ ഗവൺമെൻറ് ആദ്യം ചെയ്തത് ആർട്ടിക്കിൾ 358 നിലനിൽക്കുകയാണെങ്കിലും ആർട്ടിക്കിൾ 19 സംരക്ഷിക്കണം എന്ന് ആർട്ടിക്കിൾ 359 എഴുതി ചേർത്തു. കൺഫ്യൂഷനൊന്നുമില്ലല്ലോ. ആർട്ടിക്കിൾ 19 കുറച്ച് അവകാശങ്ങൾ നമുക്ക് തരുന്നു. അത് എന്തൊക്കെയാണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ആർട്ടിക്കിൾ 19(1)(a), (b), (c), (d) ഒക്കെ കണ്ടു. അതിൻ്റെ റീസണബിൾ റെസ്ട്രിക്ഷനും കണ്ടു. എന്നിട്ട് ഇപ്പോൾ നമ്മൾ പറയുന്നു ആർട്ടിക്കിൾ 358 പ്രഖ്യാപിച്ചാൽ ആർട്ടിക്കിൾ 19 സസ്പെൻഡിലായി. ആ ഒരു സാധ്യതയെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധി അദ്ദേഹത്തിൻ്റെ അധികാരം നിലനിർത്താൻ ശ്രമിച്ചപ്പോൾ 1977 ആദ്യമായിട്ടൊരു നോൺ കോൺഗ്രസ് ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ അവരൊരു അമെൻമെൻറ്റ് കൊണ്ടുവന്നു, ഭേദഗതി കൊണ്ടുവന്നു. 359 എന്ന് പറഞ്ഞിട്ട് ഒരു അമെൻമെൻറ്റ് ഇറക്കി. ആ അമെൻമെൻറ്റിൽ അവർ പറഞ്ഞു ആർട്ടിക്കിൾ 358 നടപ്പിലാക്കിയാൽ എല്ലാ സ്വാതന്ത്ര്യവും ആർട്ടിക്കിൾ 19 ഉൾപ്പെടെ എല്ലാം കട്ടായി പോവില്ല. പ്രസിഡൻഷ്യൽ ഓർഡർ നിലനിൽക്കുകയാണെങ്കിലും ആ രാജ്യത്ത് ആർട്ടിക്കിൾ 19 നിലനിർത്തണം എന്ന് ജനതാ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ഒരു അമെൻമെൻറ്റിലൂടെ അവർ നടപ്പിലാക്കി. അപ്പോൾ നമ്മൾ ഇന്ന് 2 കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്തത്. ഒന്ന് സെൻസർഷിപ്പാണ്. ഒരു രാജ്യത്ത് പല വിഷയങ്ങളിൽ സെൻസർഷിപ്പ് ആവശ്യമായിട്ട് വരും. പൊളിറ്റിക്കൽ, റിലീജിയസ്, മോറൽ ആൻഡ് മിലിറ്ററി സെൻസർഷിപ്പ്. ഇതൊക്കെ രാജ്യത്തിൻ്റെ നന്മയെ മുൻനിർത്തിക്കൊണ്ടുള്ള സെൻസർഷിപ്പുകളാണ്. അത് പാലിക്കേണ്ട ഉത്തരവാദിത്തം നമ്മൾ വ്യക്തികളുടേതുമാണ്. ഒപ്പം തന്നെ പ്രസ്സിനും അത്തരത്തിലുള്ളൊരു റെസ്പോൺസിബിലിറ്റി പ്രസ്സിൻ്റെ മുകളിലുണ്ട്. അതവർ കൃത്യമായിട്ട് കീപ്പപ്പ് ചെയ്യുക തന്നെ വേണം. അല്ലാത്ത പക്ഷം അത് നടപ്പിലാക്കാനായിട്ട് ഗവൺമെൻറ് ചില നിയമങ്ങളും ചില നടപടികളൊക്കെ കൊണ്ടുവരും. സെൽഫ് സെൻസർഷിപ്പ് എന്ന് പറയുന്നത് ഓരോ പത്രവും ഓരോ പത്രപ്രവർത്തകനും സ്വയം നിയന്ത്രിക്കേണ്ടതിനെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത്. ജേർണലിസ്റ്റിന് അവൻ്റേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ആ സ്വാതന്ത്ര്യം രാജ്യത്തിൻ്റെ മൊത്തം നന്മയ്ക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ളതായിരിക്കണമെന്ന് മാത്രം. അല്ലാത്ത പക്ഷം അവനെ നിയന്ത്രിക്കാൻ കോഡ് ഓഫ് എത്തിക്സും കണ്ടക്ട്സും ഒക്കെ ആയിട്ട് പ്രസ് കൗൺസിൽ പോലെയുള്ള സംഘടനകളൊക്കെ ഈ രാജ്യത്ത് ഉടലെടുക്കപ്പെടും. അപ്പോൾ ഇത്രയും ഭാഗം നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്ലേജറിസമാണ്. പ്ലേജറിസം ശരിക്കും കോപ്പി അടി എന്നുള്ളതിൻ്റെ മറ്റൊരു വാക്കാണ്. ഒരു തരം മാൽ പ്രാക്ടീസാണ്. പിന്നെ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ള മറ്റൊരു വിഷയം സ്റ്റിംഗ് ഓപ്പറേഷനാണ്. സ്റ്റിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഈ യഥാർത്ഥത്തിൽ ആ വ്യക്തികൾ അറിയുന്നില്ല അവരെ പ്രവർത്തനത്തെ ആരോ കവർ ചെയ്യുന്നുണ്ടെന്ന്. അണ്ടർ കവർ ഓപ്പറേഷൻ എന്നും സ്റ്റിംഗ് ഓപ്പറേഷനെ വിളിക്കാറുണ്ട്. വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.